പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ 15 ദിവസത്തേക്കാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിനുള്ള സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. PR സുനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. PR സുനിൽ, 15 ദിവസത്തെ സമ്മേളനം ഡിസംബർ 1 മുതൽ 19 വരെ, വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, സാധാരണ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുക നവംബർ 20-നായിരിക്കും. പിന്നീട് ഡിസംബർ 20 വരെ നീണ്ട സമ്മേളനമായിരിക്കും സാധാരണ നടക്കാറുള്ളത്. ഏതായാലും ഇത്തവണ അത് വെട്ടിച്ചുരുക്കി ഡിസംബർ 1 മുതൽ 19 വരെ ആക്കിയിട്ടുണ്ട്. ഈ 1 മുതൽ 19 വരെയുള്ള പ്രവൃത്തി ദിനങ്ങൾ പരിശോധിച്ചാൽ 15 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഹ്രസ്വകാലത്തേക്കാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ചേരുന്നത്. കഴിഞ്ഞ സമ്മേളനം നമുക്കറിയാം, SIR വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും സർക്കാർ നേരിട്ടത്. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ചർച്ച ഒഴിച്ചാൽ മറ്റ് നടപടികൾക്കൊക്കെ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് SIR ഉയർത്തി സർക്കാരിനെ നേരിടേണ്ടി വന്നു. പാർലമെന്റിന്റെ അകത്തും പുറത്തുമൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചയായിരുന്നു. ഏതായാലും SIR വിഷയം ഇപ്പോഴും ദേശീയ തലത്തിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർലമെന്റിന്റെ ഈ സമ്മേളനം ചേരാൻ പോകുന്നതെന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിൽ ആര് വിജയിക്കും, മഹാസഖ്യം വിജയിക്കുമോ, NDA സഖ്യം വിജയിക്കുമോ എന്നതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം കൂടി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ NDA സഖ്യം അധികാരം നിലനിർത്തുകയാണെങ്കിൽ ആ ആത്മവിശ്വാസത്തോടെയായിരിക്കും സർക്കാർ സമ്മേളനത്തിലേക്ക് വരിക. ഒരുപക്ഷെ മഹാസഖ്യത്തിന് അധികാരം കിട്ടുകയാണെങ്കിൽ പ്രതിപക്ഷം കൂടുതൽ ശക്തമായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും ഒക്കെ തന്നെ ഉണ്ടാകും. ഏതായാലും രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും പാർലമെന്റിന്റെ ഈ വരാൻ പോകുന്ന ശീതകാല സമ്മേളനം. ഓക്കെ, വ്യക്തമാണ്. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.